Praise the Lord. Very good morning. May God bless everyone with a wonderful, supernatural, glorious, hallelujah, Wednesday. Hallelujah. Hope you are all fine. May God bless. God has given us another day. It's a wonderful, supernatural day, and you are going to receive great miracles from God. Hallelujah. Hallelujah. Rikalabra siko rasikaraba. Jesus' name is a name above all names. Hallelujah. With that name, hallelujah, we have received the great salvation. In that name, the sick people, they are healed. Hallelujah. സകല മാനവരാശിയുടെ രക്ഷയ്ക്കായിട്ട്, വിടുതലിനായിട്ട്, ഹാലേലൂയ, രോഗസൗഖ്യത്തിനായിട്ട്, ഹാലേലൂയ, നമ്മുടെ ബോഡി സോൾ സ്പിരിറ്റിൻ്റെ പൂർണ്ണ സൗഖ്യത്തിനും സന്തോഷത്തിനും സമാധാനത്തിനും യേശു കർത്താവ്, ഹല്ലേലൂയ, നമ്മുടെ പാപങ്ങളുടെ വിടുതലിന്, ഫോർ എവറിത്തിങ്, ഹല്ലേലൂയ, ഒരു മനുഷ്യൻ്റെ മുഴുവൻ കാര്യങ്ങളുടെയും വീണ്ടെടുപ്പ് നടക്കുന്നത് യേശുവിൻ്റെ രക്തത്താലാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവ് ആ കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ യാഗത്തിൽ വിശ്വസിക്കുന്നതിലൂടെയാണ്. ഹല്ലേലൂയ. So, hallelujah, God has given us a wonderful promise from Matthew 1:21. We all know that. Hallelujah. Verse first, let us worship the Lord. Hallelujah. യേശുവിൻ നാമം, യേശുവിൻ നാമം, എൻ ജീവിതത്തിലേക ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം, എനിക്കത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം, എനിക്കത്ര ആനന്ദം. പാപിയായിരുന്നെന്നെ രക്ഷിപ്പാനായി യേശു ക്രൂശിലേറി തൻ്റെ ജീവനർപ്പിച്ചു. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലഭൻ, 10,000-ത്തിലതി ശ്രേഷ്ഠനവൻ. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലഭൻ, 10,000-ത്തിലതി ശ്രേഷ്ഠനവൻ. യേശുവിൻ നാമം, യേശുവിൻ നാമം, എൻ ജീവിതത്തിലേക ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം, എനിക്കത്ര ആനന്ദം. നല്ലിടയനായ യേശുനാഥൻ നിരന്തരമായി എന്നെ വഴി നടത്തും. അവരെന്നെ ശാസിക്കും, അവരെന്നെ രക്ഷിക്കും. തൻ കോടിക്കീഴിൽ എന്നെ നിത്യം നടത്തുമവൻ. അവരെന്നെ ശാസിക്കും, അവരെന്നെ രക്ഷിക്കും. തൻ കോടിക്കീഴിൽ എന്നെ നിത്യം നടത്തുമവൻ. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എൻ്റെ അരികിൽ വന്നു. അവരെന്നെ അണച്ചു, അവരെന്നെ താങ്ങിയത് ബലത്താലെന്നെ നടത്തുമവൻ. അവരെന്നെ അടച്ചു, അവരെന്നെ താങ്ങിയത് ബലത്താലെന്നെ നടത്തുമവൻ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഏക ആശ്രയം യേശുവിൻ്റെ നാമമാണ്. ആ കർത്താവാണ് നമുക്ക് വേണ്ടി സകലതും ഈ ഭൂമിയിൽ ഒരുക്കിയിരിക്കും. നമ്മളെ സൃഷ്ടിച്ചത് നമുക്ക് വേണ്ട സകലതും ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ഒരുക്കിയിരിക്കുന്നത്. കുദാരഗതികസ്യ
ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ച്, നമ്മളെ ദൈവത്തിൻ്റെ ശത്രുക്കളായിരുന്ന നമ്മളെ ഹല്ലേലൂയ തൻ്റെ രക്ഷ തന്ന്, ഹല്ലേലൂയ നമ്മളെ രക്ഷിച്ച്, ഹല്ലേലൂയ തൻ്റെ രാജ്യത്തിൽ തൻ്റെ മക്കളാക്കി തീർത്തു. ആ കർത്താവ് എത്ര നല്ലവനാണ് ദൈവമക്കളെ, എത്ര വല്ലഭനാണ് അവൻ. ആ കർത്താവ് 10,000-ൽ അതിശ്രേഷ്ഠനാണ്, നല്ല ഇടയനാണ്. ഹല്ലേലൂയ. നിരന്തരമായി കർത്താവിൻ്റെ വശം പറഞ്ഞ് ദൃഷ്ടി വെച്ച് എനിക്കാലോചന പറഞ്ഞു തരുന്ന ദൈവം. ഹല്ലേലൂയ. അവൻ്റെ വടിയും കോലും നമുക്ക് ആശ്വാസമാണ്. ആ ഹല്ലേലൂയ ചിറകിൻ്റെ കീഴിൽ നമുക്കെന്നും ആശ്രയമാണ്. ഹല്ലേലൂയ. സമാധാനമില്ലാതെ ക്രിസ്തുവിൽ ദൈവമക്കളെ, ഹല്ലേലൂയ, ആരതിനെ എതിർത്താലും ഞാൻ പറയും എൻ്റെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന നമുക്ക് യഥാർത്ഥത്തിലുള്ള സന്തോഷവും സമാധാനവും ലഭിക്കുന്നത് നമ്മൾ രക്ഷ ഏറ്റെടുക്കുമ്പോഴാണ്, ക്രിസ്തു നമ്മുടെ ഉള്ളത്തിൽ വരുമ്പോഴാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ ഒരു വ്യക്തി പല പ്രതികൂലങ്ങളിലൂടെ, ഹല്ലേലൂയ, പല വേദനകളിലൂടെ കടക്കുമ്പോൾ അവിടെ ഒരിക്കലും ആശ്വാസം ലഭിക്കുന്നില്ല. കാരണം നമ്മൾ ചെയ്യുന്നതെല്ലാം പുറമേയുള്ള റിച്വൽസ്, എന്താ പറയുക, അനാചാരങ്ങൾ, മതപ്രകാരമുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്ത് നടക്കുന്നതാണ്. അവിടെ നമ്മുടെ സ്പിരിറ്റിന് എങ്ങനെ ആശ്വാസം കിട്ടാനാണ്? നമ്മുടെ സ്പിരിറ്റ് ഡെഡാണ്. പക്ഷേ once you have received Jesus Christ as your Savior and Lord, ക്രിസ്തു നമ്മുടെ ഉള്ളത്തിൽ ഇരിക്കുമ്പോൾ പുറമേ നമുക്ക് എന്ത് സംഭവിച്ചാലും നമ്മുടെ ഉള്ളിൽ സ്വർഗത്തിലെ കർത്താവുണ്ട്. കർത്താവ് നമ്മളെ സമാധാനപ്പെടുത്തും, അല്ലേ? ഹല്ലേലൂയ. Matthew 1:21 says, "She will bear a son and you shall call his name Jesus, and he will save his people from their sins." ഹല്ലേലൂയ. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേർ ഇടേണം. ഈ വേഴ്സ് ആക്ച്വലി ഏഞ്ചൽ, ദൂതൻ വന്ന് എന്താ പറയുക, ദിസ് വേഴ്സ് ഇസ് സ്പോക്കൺ ബൈ ദ ഏഞ്ചൽ ഓഫ് ദ ലോർഡ് ടു ജോസഫ് ഇൻ എ ഡ്രീം. ഇറ്റ് എക്സ്പ്ലെയിൻസ് എന്താണ് മിശിഹായുടെ ബർത്തിനെ കുറിച്ച്, ആ ഡിവൈൻ പർപ്പസിനെ കുറിച്ച് പറയുകയാണ്. ഹല്ലേലൂയ. ഇറ്റ് കണക്ട്സ്. എന്താണ് നമ്മൾ എപ്പോഴും പുതിയ നിയമം പഠിക്കുമ്പോൾ പുതിയ നിയമത്തിൻ്റെ ഓരോ വാക്കുകളും ഇറ്റ് ഈസ് ഗോഡ് ഓൾഡ് ടെസ്റ്റമെൻറ്റ് വേഴ്സ്. ഹല്ലേലൂയ. ആ ഓൾഡ് ടെസ്റ്റമെൻറ്റ് പ്രോഫസിയുടെ നിവൃത്തിയാണ്. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 7-ാം അധ്യായത്തിൻ്റെ ഹല്ലേലൂയ 14-ാമത്തെ വാക്യം നോക്കിക്കേ. ഖുദാന സേക്കോ റസിക മരതികെ തേരബേഷെ. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരടയാളം തരും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവൽ എന്ന് പേർ വിളിക്കും. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം നോക്കൂ. ഹല്ലേലൂയ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. For unto us a child is born. നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. Unto us a son is given. അവൻ്റെ ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. And the government shall be upon his shoulder. ഹല്ലേലൂയ. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും. ഹല്ലേലൂയ. His name shall be called Wonderful Counselor, the Mighty God, the Everlasting Father, the Prince of Peace. അപ്പം സ്വർഗത്തിലെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്, He is wonderful, He is counselor, അത്ഭുത മന്ത്രി, വീരനാം ദൈവമാണ്, He is everlasting Father, നിത്യ പിതാവാണ്, സമാധാന പ്രഭുവാണ്, the Prince of Peace. Hallelujah. താലാബാര ഷേക്കോ റസിഖാലാബ റിധികെ ദാരാബേഷേന്ദരാബശന്ദരബ. ഇവിടെ ദൂതൻ വന്ന് 2 കാര്യങ്ങൾ അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, ഹിസ് ഐഡൻറ്റിറ്റി, ദാറ്റ് ഈസ് ജീസസ്.
ഹിസ് മിഷൻ എന്താണ്? ആ മിഷൻ എന്നുള്ളത് ആ പേരിൽ തന്നെയുണ്ട്. സേവ് ഹിസ് പീപ്പിൾ ഫ്രം ദെയർ സിൻസ്. സകല മനുഷ്യരുടെയും പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ, ഹല്ലേലൂയ, വിടുവിക്കുന്നവൻ. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു കർത്താവ് ഈ ഭൂമിയിൽ ജനിച്ചത് ഇറ്റ്സ് നോട്ട് ആക്സിഡൻ്റൽ, ബട്ട് ഹെവൻ ഓർഡെയിൻഡ്. ഹല്ലേലൂയ. താലാബ ഷാഖാറാബ. നമ്മളൊക്കെ നമ്മുടെ മക്കൾക്ക് പേരിടുമ്പോഴോ നമ്മുടെയൊക്കെ അല്ലേ, നമുക്കൊക്കെ പേര് കിട്ടി, നമ്മുടെ പേരൻസ് ഇട്ട പേരാണ്. പക്ഷേ യേശു എന്ന നാമം, ദ നെയിം ജീസസ് is not chosen by Mary or Joseph, but chosen by God himself. ദൈവം തന്നെ ഇട്ട പേരാണ്. ആ പേരിന് അർത്ഥമുണ്ട്. ഹല്ലേലൂയ. അതിൻ്റെ ഹീബ്രു റൂട്ട് ഇങ്ങനെയാണ്, യേശുവാ. Hallelujah. The meaning is the Lord is salvation. God delivers. Hallelujah. Echo means it's God's covenant name. Shua means from the root, that is to save, to deliver, to make free. Hallelujah. So Jesus എന്ന നാമത്തിൻ്റെ literal meaning is the God who says, the ദൈവം, രക്ഷകനായ ദൈവം. ഹല്ലേലൂയ. സാൽവേഷൻ, രക്ഷ, ഹല്ലേലൂയ, യേശു കർത്താവിൽ മാത്രമേ ഉള്ളൂ. The deliverer is sent by Yahweh. ഉദാലക സന്ദരബി റിക്കോ റബസന്ദരബ. That means to rescue, to free. നമ്മളെ ഒരു ഡേഞ്ചറിൽ നിന്ന് വിടുവിക്കുകയാണ്. പിശാചിൻ്റെ ആധിപത്യത്തിൽ കിടക്കുന്ന ജനത്തെ ഹല്ലേലൂയ ക്രിസ്തുവിൻ്റെ രക്ഷയിലൂടെ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെളിച്ചത്തിലേക്ക് കൊണ്ടുവരികയാണ്. സകലത്തെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുകയാണ്. ഹിസ് ഡ്രീം, ദ പീപ്പിൾ വിൽ ബി ഡെലിവേർഡ് കംപ്ലീറ്റ്ലി. അതായിരുന്നു യേശു കർത്താവിൻ്റെ പേര് പോലെ തന്നെയാണ് യേശു കർത്താവിൻ്റെ മിഷനും അത് തന്നെയാണ്. ഹല്ലേലൂയ. താലാബ ഷാഖാലാബ. നമുക്കറിയാം ഈ ലോകം മുഴുവനും എല്ലാവരും പാപികളാണ്. വചനം ക്ലിയറായിട്ട് പറയുന്നു, ഒരുവൻ പോലും ഹല്ലേലൂയ നീതിമാനില്ല. സകലരും പാപം ചെയ്ത് ദൈവത്തിൻ്റെ തേജസ്സിൽ നിന്ന് ഹല്ലേലൂയ അവർ അകന്നു പോയി. ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ദൈവമക്കളെ? സിൻ ഇസ് എ മാൻസ് റിയൽ പ്രോബ്ലം. അല്ലാതെ നമ്മൾ ഈ കാണുന്ന ദാരിദ്ര്യം, രോഗം, നമുക്കെതിരെ വരുന്ന എനിമിയുടെ അറ്റാക്സ് ഒന്നുമല്ല. എല്ലാത്തിൻ്റെയും റൂട്ട് കോസ് പാപമാണ്. ആ പാപം എന്തുകൊണ്ടാണ്? ആദ്യം ദൈവം സൃഷ്ടിച്ച ആദാമിലൂടെ വന്ന പാപം ഹല്ലേലൂയ സകല മാനവരാശിയിലേക്ക് അത് പകരപ്പെട്ടു. ഹല്ലേലൂയ. സകലരും ഈ ഭൂമിയിൽ ജനിക്കുന്നത് പാപിയായിട്ടാണ്. ഹല്ലേലൂയ. പാപം മൂലമാണ് ശാപം വന്നത്. ശാപത്തിലൂടെയാണ് രോഗങ്ങൾ വന്നത്. സോ ഓൺലി ജീസസ് ക്യാൻ സേവ് us. ഹല്ലേലൂയ. നമ്മുടെ ഗുഡ് വർക്ക്സോ നമ്മുടെ ഒരു മതത്തിനും ഒരു റിച്വൽസിനും ഒരു ആചാരങ്ങൾക്കും നമ്മളെ രക്ഷിക്കുവാൻ കഴിയത്തില്ല. ഓൺലി യാഹ്വേ ക്യാൻ സേവ്സ്. ഹല്ലേലൂയ. ഈ രക്ഷ ദൈവം ഒരുക്കി. ദൈവം തൻ്റെ സ്വർഗത്തിലുള്ള സകല മഹത്വവും പിതാവിനോടൊപ്പം ഇരുന്ന പുത്രൻ ഹല്ലേലൂയ സകല മഹത്വവും പിടിച്ച് താഴെ ഭൂമിയിൽ വന്നു. ഹല്ലേലൂയ. God sent his only son to us first. കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ചതായിരുന്നല്ലോ. Hallelujah. God is sent his only begotten son to save the mankind from sin. Hallelujah. താലാബ ഷാക്കാലാബ. ഇവിടെ എന്താണ്? യോസേഫിനോട് ദൂതൻ വന്ന് പറയുന്ന വാക്കാണ് നമ്മൾ വായിച്ചത്. ജോസഫ് ഹി ഒബേഡ് ദ ഏഞ്ചൽ. ഏഞ്ചൽ എന്താണോ പറഞ്ഞത്, ദൈവം അയച്ചിട്ടാണ് ഒരു ഏഞ്ചൽ നമ്മുടെ അടുത്ത് വരുന്നത്. And the messengers, hallelujah. And യോസേഫ് പറഞ്ഞു ഹല്ലേലൂയ. എന്താ പറയുക, യോസേഫ് അത് ഒബേ ചെയ്തു. ആൻഡ് നെയിംഡ് ഹിം. അതുപോലെ ദൈവം എന്ത് പറഞ്ഞു അതുപോലെ യേശു എന്ന് ഹല്ലേലൂയ പേരിട്ടു. ഹല്ലേലൂയ. നമ്മൾ ഇപ്പോൾ ദൈവം ഈ നാളെ നമ്മുടെ റഹബോസ് സൂപ്പർനാച്ചുറൽ മിറക്കിൾ ഗൂഗിൾ പ്രയർ മീറ്റിംഗ് ഉണ്ട്. വണ്ടർഫുൾ മെസ്സേജാണ് പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചത്. ഡോണ്ട് ഫോർഗെറ്റ് ടു ജോയിൻ ടുമോറോസ് മീറ്റിംഗ്. ലാസ്റ്റ് മീറ്റിംഗ് ഇസ് വെരി സൂപ്പർനാച്ചുറൽ. സോ ടുമോറോസ് മീറ്റിംഗ് ഇസ് ഓൾസോ ഗോയിങ് ടു ബി എ very supernatural ministry. So don't forget to join tomorrow's meeting. That is from 8 p.m. to 9:30 tomorrow. Hallelujah. Night. Hallelujah. So here Joseph obeyed. So when he obeyed,
that brings divine alignment. ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ തുടങ്ങുവാണ്. ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കുമ്പോൾ, ദൈവത്തിൻ്റെ വെളിപ്പാട് നമ്മൾ കേൾക്കുമ്പോൾ, ദൈവത്തിൽ നിന്നൊരു ദൂത് കേൾക്കുമ്പോൾ, നമ്മൾ അതിനെ സമർപ്പിച്ച് നമ്മളത് ഒബേ ചെയ്യുമ്പോഴാണ് ആക്ച്വലി അതിൻ്റെ ആ ഒരു എന്താ പറയുക പ്രവൃത്തി ആരംഭിക്കുന്നത്. ഹല്ലേലൂയ. ആ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ദൈവമക്കളെ. ആ ജീസസ് മിഷൻ ഡിഫൈൻസ് എന്താണ് നമ്മുടെ മിഷൻ എന്നുള്ളത്. ഹല്ലേലൂയ. സിൻസ് ഹി സേവ്സ് us ഫ്രം സിൻ, വി മസ്റ്റ് വാക്ക്. നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വിശുദ്ധിയിലും ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ദൈവത്തിന് കീഴ്പ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ നമ്മൾ ജീവിക്കണം. ഹല്ലേലൂയ. We have a destiny of freedom. Hallelujah. Why? Because Jesus, യേശു കർത്താവ് നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ നമ്മൾ നോ മോർ ഇനി ബോണ്ടേജിലല്ല. ഹല്ലേലൂയ. Salaba Sheko Rasi Kamara Dike Alaba Seko. Our destiny is connected to his name. കാരണം എന്താണ്? ജീസസ് നെയിം ഇസ് സാൽവേഷൻ. ഹല്ലേലൂയ. നമ്മളെ നമ്മളെ വിടുവിക്കപ്പെട്ടു, നമ്മുടെ പാപമോചനം ലഭിച്ചു, നമ്മുടെ സകല പാപക്കറകളെ കഴുകപ്പെട്ടു, നമ്മുടെ ഫോമർ സിൻസ് ദേ ആർ ഫൊർഗിവൻ, ദേ ആർ വാഷ്ഡ്, വി ആർ മെയ്ഡ് ന്യൂ. അതുകൊണ്ടാണ് 1 കൊരിന്ത്യരിൽ 5:17 പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. ഹല്ലേലൂയ. So our future is not destruction but salvation. Jesus guarantees that our end is not judgment but our hallelujah we have eternal life. നിത്യ ജീവൻ നമുക്ക് ലഭിക്കുന്നതാണ്. He came for us. എന്തിനാണ് കർത്താവ് വന്നത്? Hallelujah. To give us, to save his people, those who believe in him. Hallelujah. His forever നിത്യമായി ദൈവത്തോടൊപ്പം ആയിരിക്കും. Hallelujah. Hallelujah. God sends his son. ഇതൊരു മനുഷ്യൻ്റെ പ്ലാൻ അല്ല ദൈവമക്കളെ. പലരും നമ്മൾ സുവിശേഷം പറയാൻ പോകുമ്പോൾ നിങ്ങൾ കുറേ കഥയായിട്ട് വരുന്നു എന്നൊക്കെ പറയും. ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഓരോ തിരുവെഴുത്തിനും ഹല്ലേലൂയ ശക്തിയുണ്ട് ദൈവമക്കളെ. ദൈവത്താൽ എഴുതപ്പെട്ട തിരുവെഴുത്തുകളാണ്. ആ തിരുവെഴുത്തുകളിൽ നിന്നുള്ള വചനങ്ങളാണ് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷം അറിയിക്കുന്നത്. ഹല്ലേലൂയ. സുവിശേഷം എന്നത് ഹല്ലേലൂയ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ കടന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഇനിഷ്യലി ഹല്ലേലൂയ ഞാൻ രക്ഷയിലേക്കൊക്കെ വന്ന സമയത്ത് ഹല്ലേലൂയ ആരും എന്നോട് അത്രയ്ക്ക് വചനം പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വൺസ് വെൻ ഐ വെൻ ടു ഖത്തറിലായിരുന്നപ്പോൾ അവിടെ വെച്ച് ഹല്ലേലൂയ കുറച്ച് നാൾ ഒരു ദേവദാസൻ എന്നെ വചനം പഠിപ്പിക്കുകയുണ്ടായി. അപ്പോഴാണ് ഈ രക്ഷയുടെ ഇത്രയും ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഒരു മെസ്സേജ് നമ്മൾ കേൾക്കുമ്പോൾ അതിൽ കിട്ടുന്ന ആ വചനങ്ങളാണ് ആക്ച്വലി നമ്മളെ ഹല്ലേലൂയ പൂർണ്ണമായി നമ്മുടെ സ്പിരിറ്റിനെ സേവ്ഡ് ആക്കുന്നത്, രക്ഷയിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഞാൻ രക്ഷയുടെ ക്ലാസ് അതുപോലെ ഞാൻ എല്ലാവർക്കും എടുത്തു കൊടുക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ജസ്റ്റ് ഒരു മെസ്സേജ് കേട്ട് കൈ ഉയർത്തിയവരെല്ലാം ഇന്ന് ആ രക്ഷയിലുണ്ടോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിക്കേ. ഹല്ലേലൂയ. പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. സഭയിൽ ചിലപ്പോൾ എന്തെങ്കിലും വികാരഭരിതമായ ചിലപ്പോൾ ഒരു രോഗസൗഖ്യം, ഓഫ് കോഴ്സ് ഞാനും ഒരു രോഗസൗഖ്യം അറിഞ്ഞു തന്നെയാണ് കർത്താവിനെ സ്വീകരിച്ചത്. പക്ഷേ കൂടുതൽ ഡീപ്പായിട്ട് നമ്മൾ എന്താണ് കർത്താവിൻ്റെ രക്ഷ എന്നുള്ളത് നമ്മൾ നല്ലോണം പഠിച്ചിട്ട് വേണം കർത്താവിനെ കർത്താവുമായി സ്വീകരിക്കാൻ. അല്ലാതെ ചാടിക്കയറി നമ്മൾ കൈപൊക്കി അവർ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അവരെ വേഗം കൊണ്ടുവന്ന് സ്നാനക്കുളത്തിൽ മുക്കിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ അപ്പോഴൊരു അത്ഭുതം നടന്നു, ഒരു ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ ഒരു സഫറിങ് വരുമ്പോൾ അവർ ഈ കർത്താവിനെ ഇട്ടിട്ട് അവരുടെ പഴയ വഴിയിൽ പോകും. എത്രയോ പേരെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. എത്രയോ വചനം കേട്ടിട്ടും ദൈവത്തിൻ്റെ സത്യം മനസ്സിലായിട്ടും ഹല്ലേലൂയ ഥാലാബ ഷാക്കാലാബ കർത്താവ് അതൊക്കെ ഓർത്ത് ദുഃഖിക്കുകയാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. എന്തിനാണ് കർത്താവ് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ഇത്ര വലിയ യാഗം ഒരുക്കിയത്? ഹല്ലേലൂയ. ധാരാബ ഷാക്കാലാബ യാഗത്തെക്കുറിച്ച് ഹല്ലേലൂയ രക്ഷയെക്കുറിച്ച് നല്ലവണ്ണം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെ അത് മനസ്സിലാക്കാൻ നിങ്ങൾ ആ വചനം കേൾക്കാൻ ഇരുന്നാൽ മതി. ബാക്കി പരിശുദ്ധാത്മാവാണ് ചെയ്യുന്നത്. സുവിശേഷം പറയുന്ന ഒരാളിൻ്റെ മിടുക്കോ വചനത്തിൻ്റെ ജ്ഞാനമോ ഒന്നുമല്ല നിങ്ങളെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്നത്. പരിശുദ്ധാത്മാവാണ് നിങ്ങളെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്നത്. ബട്ട് യു ഹാവ് ടു ഹിയർ ദ വേർഡ് ഓഫ് ഗാഡ്. ആ വേർഡ് ഓഫ് ഗോഡ് ആണ് നിങ്ങളുടെ ഉള്ളിലെ
ഹല്ലേലൂയ, ബോണ്ടേജസിനെ ബ്രേക്ക് ചെയ്ത് ഹല്ലേലൂയ, നിങ്ങൾ ആ ബോണ്ടേജസ് ബ്രേക്ക് ചെയ്ത് നിങ്ങളുടെ സ്പിരിറ്റിൽ ഹല്ലേലൂയ ഒരു രൂപാന്തരം നടക്കുമ്പോഴാണ് ഹല്ലേലൂയ, അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ അതെല്ലാം നിങ്ങളുടെ ആ പഴയ ഇതെല്ലാം ബോണ്ടേജസ് എല്ലാം ബ്രേക്ക് ചെയ്യും. നമ്മൾ അത്രയും വചനം കേട്ട് ആ ക്ലാസ് കേൾക്കുമ്പോൾ ഹല്ലേലൂയ, ഫ്രീ ആവും, നിങ്ങൾ ഫ്രീ ആവും, യു വിൽ ബിക്കം ഫ്രീ. ആ ഫ്രീ ആയിട്ടുള്ള ഹല്ലേലൂയ ആ മൈൻഡിലേക്കാണ് ക്രിസ്തു, നിങ്ങൾ കർത്താവിനെ സ്വീകരിക്കുന്നത്, ക്രിസ്തു വന്ന് വസിക്കുന്നതും. ഹല്ലേലൂയ, ധാരാബ ഷേക്കോ റസി ഖാരാബ. ശരിയാണ്, നമ്മൾ സുവിശേഷം പറയുമ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കർത്താവ് എനിക്ക് ആത്മാക്കളെ തന്നത്, ഞാൻ അവരോട് ശരിയാണ്, ആദ്യം അവർക്ക് എന്തെങ്കിലും ഒരു വിഷയത്തിന് അവർ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരും. ആ വിഷയത്തിന് അവർക്ക് മറുപടി കിട്ടിക്കഴിയുമ്പോൾ മാത്രമാണ് ഞാൻ അവരോട് സുവിശേഷം പറയാൻ പോകുന്നത്. അതർവൈസ് ആരും കേട്ടിരുന്ന് തരത്തില്ല. ഹല്ലേലൂയ, നമുക്കറിയാം. ഹല്ലേലൂയ, നമ്മൾ ഒന്നാമത്തെ കാര്യം, ഞാൻ ചുമ്മാ ജസ്റ്റ് ഒരു 2 മിനിറ്റ് സുവിശേഷം പറയുന്ന ആളെ അല്ല. ഹല്ലേലൂയ, അങ്ങനെ പറഞ്ഞാൽ ആരും യഥാർത്ഥ രക്ഷയിലേക്ക് വരത്തില്ല. യഥാർത്ഥ മാനസാന്തരം അവിടെ നടക്കത്തില്ല ദൈവമക്കളെ. എൻ്റെ എക്സ്പീരിയൻസ്, ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയാം. ഐ ഗോട്ട് സേവ്ഡ് ഓൺ 2005 January 1st till now. ഇതുവരെയും നല്ലോണം ആദ്യം അവരുടെ ജീവിതത്തിൽ ദൈവം ഒരത്ഭുതം ചെയ്യും. അത്രയും ദൈവത്തിന് മാത്രം കഴിയുന്ന അത്ഭുതം ജീവിതത്തിൽ നടക്കുന്നവരാണ് സുവിശേഷം കേൾക്കാൻ നമുക്ക് ചെവി തരുന്നത്, അല്ലാത്തവർ വരുത്തുമില്ല. ഉദാലക സന്ദരവേ റിക്കോ റബസന്ദരവ. അത്രയും ഒരു കാര്യം, ദൈവത്തിൻ്റെ പ്രവൃത്തി ഇത് സത്യമാണെന്ന് അവർ മനസ്സിലാക്കി വരുന്നത് അപ്പോഴാണ്. അവരുടെ ജീവിതത്തിൽ അവരെവിടെല്ലാം പോയി, ആരെല്ലാം കണ്ടു, ഡോക്ടേഴ്സ് എല്ലാം കൈവിടിഞ്ഞു, അവർ പോയ ഇടങ്ങളിലെല്ലാം നോ നോ എന്നുള്ള ആൻസർ വന്നപ്പോൾ മാത്രമാണ് നമ്മുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചെടുത്തെല്ലാം പരിശുദ്ധാത്മാവ് അത്ഭുതം ചെയ്തിട്ടുണ്ട്. എനിക്കതോർത്ത് വളരെ സന്തോഷമുണ്ട്. അവർ ഹല്ലേലൂയ ക്ലാസ് കേൾക്കാൻ അവർ വളരെ സന്തോഷത്തോടെ ഹല്ലേലൂയ നമ്മുടെ അടുത്ത് ഇരിക്കാറുണ്ട്, അവർ കേൾക്കാറുണ്ട്. അവർ ആ വചനം കേട്ട് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ അവർ നിറയപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ദൈവമക്കളെ. അതാണ് എൻ്റെ എക്സ്പീരിയൻസ്. ഹല്ലേലൂയ, ഐ ഡോണ്ട് നോ ആരൊക്കെ ഇതിനെതിർത്താലും എനിക്കൊന്നും പറയാൻ കഴിയത്തില്ല. കാര്യം പരിശുദ്ധാത്മാവാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അല്ലാതെ നമ്മൾ ജസ്റ്റ് ഒരു സഭയിൽ മീൻസ് ഒരു ഡെലിവറൻസ് ശുശ്രൂഷയ്ക്ക് പോയി അവിടെ ഒരു സൗഖ്യം കിട്ടി, കൈപൊക്കി, ഞാൻ കർത്താവിനെ സ്വീകരിച്ചു, അടുത്ത ദിവസം പോയി സ്നാനക്കുളത്തിൽ സ്നാനപ്പെട്ടു. ശരിയാണ്, നമ്മൾ അത്രയും പേര് സ്നാനപ്പെട്ടു എന്നൊക്കെയുള്ള നമ്പർ നമുക്ക് പബ്ലിസിറ്റി കൊടുക്കാം. പക്ഷേ അതൊന്നും യഥാർത്ഥ രക്ഷയല്ല. യഥാർത്ഥ രക്ഷിക്കപ്പെട്ടവരുടെ പേര് ജീവപുസ്തകത്തിൽ സ്വർഗത്തിൽ പേരെഴുതി വെച്ചിട്ടുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. Thalaba, Sheko, Rasi, Kharaba. When you want to share the salvation, രക്ഷിക്കപ്പെട്ട ഓരോ ദൈവ പൈതലിൻ്റെയും ചുമതലയാണ്. Hallelujah. You have to share this gospel to others. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? You have to study the word of God. എന്താണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന യേശു, എന്താണ് സുവിശേഷം, അത് നമ്മൾ നല്ലവണ്ണം പഠിച്ചിട്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമില്ലാത്തവർ ദയവ് ചെയ്ത് സുവിശേഷം പറയാൻ പോകരുത്. കാര്യം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമില്ലാതെ അല്ലെങ്കിൽ സുവിശേഷം പറഞ്ഞാൽ അവിടെ ഒന്നും നടക്കത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവാണ് അവിടെ പ്രവർത്തിക്കുന്നത്. സോ ഞാൻ പറഞ്ഞു, ഗോഡ് സെൻസ് ഹിസ് സൺ ജീസസ്. ഇറ്റ് ഈസ് എ പ്രോഫസി ഫുൾഫിൽമെൻ്റ് ആയിരുന്നു. ദാറ്റ് ഇസ് Isaiah 7:14. The Savior, യേശു കർത്താവ് വന്നത്, യേശുവ came for God says, hallelujah. താലാബ ഷേക്കോ റസി ഖാലാബ. യേശു കർത്താവ് കാൽവരി ക്രൂശിൽ ചെയ്ത യാഗത്തിൽ വിശ്വസിക്കുന്നവരാണ് ഹല്ലേലൂയ കർത്താവിനെ കർത്താവുമായി സ്വീകരിക്കുന്നത്. ഹല്ലേലൂയ. താരാബ ഷേക്കോ റസി ഖാലാബ. To save, to deliver, to rescue, to bring you into freedom. Hallelujah. താരാബ ഷേക്കോ റസി ഖാലാബ. യേശുവിൻ്റെ നാമത്തിനും യേശു ക്രിസ്തുവിനും മാത്രമേ കഴിയത്തുള്ളൂ ദൈവമക്കളെ. ഹാലയിൽ നമ്മളെ രക്ഷിക്കാൻ, നമ്മുടെ പാപത്തിൽ നിന്ന് മോചനത്തിന് ഈ ലോകത്തിൽ നിങ്ങളെ
എത്ര ഹല്ലേലൂയ എന്തെല്ലാം ചെയ്താലും നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾക്ക് മോചനം ലഭിക്കത്തില്ല. ഹല്ലേലൂയ. താരാബ. The root word yasha means deliverance from danger, bondage, oppression എന്നൊക്കെ പറയും. അല്ലെങ്കിൽ അതുകൊണ്ടാണ് മാർക്ക് 16:17 നമ്മൾ വായിക്കുന്നത്. കർത്താവ് എന്ന് പറയും, ഇൻ മൈ നെയിം ദേ വിൽ കാസ്റ്റ് ഔട്ട് ഡീമൺസ്. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. ഹാലേലൂയ. യേശുക്ക് അതുകൊണ്ടാണ് വചനത്തിൽ പറഞ്ഞ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാൽ ഹാലെ നിങ്ങൾ പുതുഭാഷകൾ സംസാരിക്കും, രോഗികളെ സൗഖ്യമാക്കും. ഹല്ലേലൂയ. താരാബാര സേക്കോ റസിഖാരാബരിതികെ. ഹല്ലേലൂയ. മരിച്ചവരെ ഉയർപ്പിക്കും. അത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലാണ് അത് ചെയ്തത്. ഹല്ലേലൂയ. നമ്മളിൽ വിശ്വാസം വരുമ്പോൾ അവിടെ ദൈവശക്തി വ്യാപരിക്കും. ഹല്ലേലൂയ. യേശു കർത്താവിലൂടെ ഉള്ള സൗഖ്യം എത്രത്തോളം ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരാളാണെന്നറിയാം. സോ ജീസസ് നെയിം ഇറ്റ് ഗിവ്സ് അതോറിറ്റി. ഹല്ലേലൂയ. അതാണ് കർത്താവ് പറഞ്ഞത് ജോൺ 14:13, വാട്ട് എവർ യു ആസ്ക് ഇൻ മൈ നെയിം that I will do. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയാണ് വിടുതൽ. The name Yeshua carries hallelujah എന്ന് വെച്ചാൽ to bring someone out of the tight bondage, out of the dark situation into a light, into a wide free open place. Hallelujah. അതാണ് അതിൻ്റെ യഥാർത്ഥ റൂട്ട് മീനിങ്. Hallelujah. So Proverbs 18:10 നമ്മൾ വായിക്കുന്നത്, the name of the Lord is a strong tower, the righteous run into it and are safe. Hallelujah. When you say Jesus, hallelujah, his presence, അതുകൊണ്ടാണ് നമ്മൾ യേശു കർത്താവ് ജീസസ് എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി അവിടെ വ്യാപരിക്കും. യേശുവിൻ്റെ നാമത്തിലാണ് രോഗസൗഖ്യങ്ങൾ നടക്കുന്നത്. യേശുവിൻ്റെ നാമത്തിലാണ് മരിച്ചവർ ഉയർക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കാൻ പുതുഭാഷകൾ സംസാരിക്കുന്നത്. So Jesus name saves, Jesus name heals, Jesus name delivers, protects, covers, justifies, sanctifies, chains breaking യേശുവിൻ്റെ നാമത്താണ്. മിറക്കിൾസ് നടക്കുന്നത് യേശുവിൻ്റെ നാമത്തിലാണ്. ജീസസ് നെയിം ക്യാരീസ് അതോറിറ്റി. കർത്താവിൻ്റെ പ്രസൻസ് കൊണ്ടുവരുന്നത് യേശുവിൻ്റെ നാമമാണ്. ഡിമോണിക് പവേഴ്സ് ഡിസ്ട്രോയ് ആവുന്നത് യേശുവിൻ്റെ നാമത്തിലാണ്. ആൻഡ് ലാസ്റ്റ് ഗോഡ് ബ്രിങ്സ് വിക്ടറി ത്രൂ ജീസസ് നെയിം. ആമേൻ. ഹല്ലേലൂയ. Talaba Sheko Rasi Kalaba. So if till now if you have not received Jesus Christ, യേശു കർത്താവിനെ രക്ഷിതാവ് കർത്താവുമായി സ്വീകരിക്കാത്തവർ കർത്താവിനെ രക്ഷിതാവ് കർത്താവുമായി സ്വീകരിക്കുക. ഹല്ലേലൂയ. നമുക്കൊരു സേവിയർ ഉണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. ഈ മെസ്സേജ് ഇതുവരെ രക്ഷയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ എന്നെ കേൾക്കുന്നെങ്കിൽ ഹല്ലേലൂയ, സബ്മിറ്റ് യുവർ ലൈഫ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കുക. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നുണ്ട്. സോ യു ക്യാൻ കോൾ മീ, ഐ വിൽ ടേക്ക് യു ക്ലാസ്സസ്. നിങ്ങൾ പൂർണ്ണമായും വിശ്വസിച്ച് മാത്രം കർത്താവിനെ സ്വീകരിച്ചാൽ മതി. അതാണ് അതിൻ്റെ യഥാർത്ഥ രീതി. ഹല്ലേലൂയ. ആരെയും കർത്താവ് ഫോഴ്സ് ചെയ്ത് കർത്താവിലേക്ക് നയിക്കാറില്ല. God has given us the free will. Hallelujah. കർത്താവിന് വേണ്ടി ഈ പ്രഭാതത്തിൽ ഇതുവരെ നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ ഈ പ്രഭാതത്തെ നിങ്ങൾ സമർപ്പിച്ചാട്ട്, കർത്താവെ ഞാൻ പാപിയാണ്, എൻ്റെ പാപത്തിനുള്ള രക്ഷകൻ അങ്ങാണ്, അങ്ങേക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ, ഈ രക്ഷ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്, അങ്ങൻ്റെ ഹൃദയത്തിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ Hallelujah, God will surely deliver you from your sin and God will come and dwell in you and you will become the child of God. So നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, മെസ്സേജ് കേട്ട കർത്താവെ എല്ലാവരെയും അപ്പ അനുഗ്രഹിച്ചാട്ട്, രോഗികളെ സൗഖ്യപ്പെടുത്തിയാട്ട് കർത്താവെ, രക്ഷയിൽ വരാത്ത അനേകരെയും മെസ്സേജ് കേൾക്കുന്നുണ്ടല്ലോ ദൈവമേ, അവരെല്ലാ ദിവസങ്ങൾ രക്ഷ ഈ ക്രിസ്മസ് മാസം, ഈ 12ാമത്തെ മാസം അനേകർ കർത്താവിനെ അറിയുവാൻ, കർത്താവ് ആരാണെന്ന് മനസ്സിലാക്കി ഈ മാസം ഹല്ലേലൂയ അവർ കർത്താവിനെ ആഘോഷിക്കുവാൻ ഇടവരട്ടെ കർത്താവെ. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. രക്ഷ ഗണ്യമാക്കാതെ തള്ളിക്കളയുവാൻ പരിശുദ്ധാത്മാവ് ആരെയും അനുവദിക്കരുതേ. പരിശുദ്ധാത്മാവ് ഈ വചനങ്ങൾ വീണ്ടും വീണ്ടും ഹല്ലേലൂയ ഇത് കേൾക്കുവാൻ ദൈവമക്കളെ അങ്ങ് പ്രേരിപ്പിക്കണമേ കർത്താവെ. യഥാർത്ഥ രക്ഷയിലേക്ക് വരുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം. ഞങ്ങളുടെ സകല പ്രാർത്ഥനയാചനെ
അപ്പച്ചക്കിട്ട് കൃപയ്ക്കായി സ്തോത്ര സാലോ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച് യേശു ക്രിസ്തുവിൻ്റെ അതിവൈഷ്ണാം തന്നെ അമേൻ അമേൻ. Video log guys, I will see you tomorrow with another blessing promise. Tomorrow we have meeting. എല്ലാവരും പ്രാർത്ഥനയോടെ കടന്നു വരിക. May God bless you all. Bye bye.